ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മൈ ടീം മാളൂട്ടിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഇന്നപ്പം നമുക്ക് ഇച്ചിരി വൈകുന്നേര വിശേഷങ്ങളൊക്കെ ആയാലോ. വൈകുന്നേരം ആയപ്പോഴത്തേനും കുറച്ച് അവല് വിളയിച്ചത് കഴിക്കാൻ തോന്നി കേട്ടോ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അവലാണ് കേട്ടോ. നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന് വെച്ചായിരുന്നെയാണ്. അവല് വിളയിച്ചതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടും മാത്രമേ കഴിക്കുള്ളൂ. അനീഷേട്ടനും വലിയ താല്പര്യമില്ല കേട്ടോ ഇതിനോട്, അതുകൊണ്ട് കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. എൻ്റെ വീട്ടിൽ അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അവല് വിളയിച്ച്. അങ്ങനെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ശർക്കരപ്പൊടി വെച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ തേങ്ങാക്കൊത്താണ് സാധാരണ ഇടാറ്. തേങ്ങ കൊത്തായിട്ട് ഇടാനായിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഇടയ്ക്ക് കടിക്കാനായിട്ട് കുറച്ച് ക്യാഷ്യൂ ഇട്ടിട്ട് നെയ്യിലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്തു. അതിനുശേഷം തേങ്ങ ചിരവിതിട്ടാലും ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. തേങ്ങ കൊത്തിടുന്ന സമയത്ത് നമ്മൾ തേങ്ങ ചിരവിതിടാറില്ല. ഇപ്പം ഞാൻ ശർക്കരപ്പൊടിയാണ് കേട്ടോ എടുക്കണേ. ഈ ശർക്കരപ്പൊടി കാണുമ്പോൾ മാള് ചോദിക്കും കേട്ടോ ബൂസ്റ്റാണെന്ന്. ഇതിന് ഇച്ചിരി കളറ് കൂടുതലുണ്ട് കേട്ടോ. ശർക്കരപ്പൊടിയല്ല ഞാൻ സാധാരണ ഉപയോഗിക്കാറ്. ശർക്കര മേടിച്ചിട്ട് ഉരുക്കാണ് ഇടാറ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ കണ്ടപ്പോൾ ഒരു രസം തോന്നി എടുത്തതാണ് കേട്ടോ. എളുപ്പമാണ്, പക്ഷേ എനിക്ക് ഇതിലിഷ്ടം ശർക്കര പാനിയാക്കുന്നതാണ് കേട്ടോ. ഇതിനൊരു കളറ് കൂടുതലുള്ള പോലെ ഫീൽ ചെയ്യാറുണ്ട്. മാള് ചോദിക്കും ഇത് ബൂസ്റ്റാണോ എന്ന് ചോദിക്കാറുണ്ട്. ബൂസ്റ്റ് പോലെ ഇരിക്കുന്നത്, പക്ഷേ ടേസ്റ്റാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പണി വേഗം നടക്കുകയും ചെയ്യും. പക്ഷേ ഇതിനേക്കാളും എനിക്കിഷ്ടം ശർക്കര ഉരുക്കിയെടുക്കുന്ന കേട്ടോ. പിന്നെ മേടിച്ചതല്ലേ, അപ്പം നമ്മളത് ഉണ്ടാക്കി തീർക്കണമല്ലോ. അപ്പോൾ പരിപാടിയൊക്കെ വേഗം കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മൾ അവല് വിളയിക്കണത്. ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വൈകുന്നേരം കട്ടൻ ചായയുടെ കൂടെ, കട്ടൻ ചായക്ക് മധുരം ഇടാതെ ഇതിൻ്റെ കൂട്ടത്തിൽ കുടിക്കാൻ നല്ല രസമാണ്. മധുരം ഇട്ടാലും നമുക്ക് മധുരം ഫീൽ ചെയ്യില്ലല്ലോ. അപ്പം മാളൊന്ന് സ്കൂളിൽ സ്പ്രിംഗ് ക്യാമ്പിനൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഡാൻസിന് പോകാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോകാമല്ലോ എന്ന് ഓർത്ത് കട്ടൻ ചായയാണ് ഉണ്ടാക്കുന്നത്. അവല് വിളയിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കാം. മാള് കട്ടൻ ചായ കുടിക്കും കേട്ടോ, കുറച്ചൊക്കെ കുടിക്കും. നേരത്തെ ചായ കുടിക്കലൊന്നുമില്ലായിരുന്നു, ഇപ്പം മാളും കുടിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ 2 ഗ്ലാസ് കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ചു. നമുക്കിന്ന് കട്ടൻ ചായ അവലുമാണ് വൈകുന്നേരത്തേക്ക്. മണം കേട്ടിട്ട് വന്നിട്ട് ഈ നെയ്യിൽ ക്യാഷ്യൂ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനൊരു മണം വരുമല്ലോ. കട്ടൻ ചായ തിളച്ചു. അപ്പോൾ മധുരം ഇടുന്നില്ല കേട്ടോ. മധുരം ഇടാതെ നല്ല കട്ടൻ ചായയിൽ അവരൊക്കെ വിളയിച്ച്. നാട്ടിലാണെങ്കിൽ മഴയുടെ സമയത്ത് ഇതിങ്ങനെ ഇരുന്ന് മഴയും കണ്ടുകൊണ്ടൊക്കെ തിന്നാൻ നല്ല രസമാണ് കേട്ടോ. അതൊക്കെ ഇവിടെ മിസ്സാട്ടോ. ഇവിടെ നമുക്ക് മഴയില്ല, ഒന്നുമില്ല. വല്ലപ്പോഴും ഒരു മഴ വന്നാൽ ഈ ഫ്ലാറ്റിലിരുന്ന് എന്താ ആസ്വദിക്കാനോ ഒരു സുഖമില്ലല്ലോ. നാട്ടിലാണെങ്കിൽ മുറ്റത്തൊക്കെ ഒന്നിറങ്ങി നല്ല രസമായിട്ട്. അങ്ങനെ നമ്മുടെ ചായ കുടിക്കുന്ന ടൈമായിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ വൈകുന്നേരത്തെ ചായയും കടിയും. ഞാൻ ഉണ്ടാക്കുന്നതൊന്നും അറിയില്ല കേട്ടോ. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ചിലർ വീട്ടിൽ അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന തേങ്ങ ചിരണ്ടിയതല്ല കേട്ടോ, ഈ തേങ്ങ കൊത്തൊക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ്. ഈ തേങ്ങ കൊത്തി ഇച്ചിരി നെയ്യിലൊക്കെ അങ്ങ് വറുത്തിട്ട് കഴിയുമ്പോൾ അത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. മാള് എപ്പോഴും പറയും ഞാൻ അമ്മ ഉണ്ടാക്കണ പോലെ തന്നെ ഉണ്ടാക്കി കൊടുത്താലും മാള് പറയും കേട്ടോ. എൻ്റെ അമ്മേനെ ഉപ്പമ്മ എന്നാണ് വിളിക്കുന്നത്. അപ്പം അമ്മ ഉണ്ടാക്കി തരുന്നതാണ് അമ്മയുടേതിനേക്കാൾ ടേസ്റ്റ് എന്ന് പറയൂ കേട്ടോ. അത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. നമ്മുടെ അമ്മമാരെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊക്കെ. അപ്പോൾ ബൈ.